അലർജിയും ആസ്മയും പ്രോപ്പറായിട്ട് കൺട്രോൾ ആവുന്നില്ലേ? എത്ര മരുന്ന് കഴിച്ചിട്ടും ഇൻഹേലേഴ്സ് വരെ ഉപയോഗിച്ചിട്ടും അത് പ്രോപ്പറായിട്ട് ഒരു കംപ്ലീറ്റ് കൺട്രോളിലേക്ക് കിട്ടുന്നില്ലേ? നിങ്ങളിൽ എത്ര പേർക്കറിയാം അതിന്റെ കാരണം പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണെന്നുള്ളത്? നമ്മുടെ വീട്ടിൽ നമ്മൾ അറിവില്ലായ്മ മൂലം ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആയിരിക്കാം ഇത്തരത്തിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും പ്രോപ്പറായിട്ട് ഒരു കൺട്രോളിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്ന്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ്, എന്തൊക്കെയാണ് നമ്മൾ വീടിനുള്ളിൽ പ്രോപ്പറായിട്ട് മരുന്നിന്റെ കൂടെ തന്നെ അലർജിയെയും ആസ്മയെയും പിടിച്ചു കെട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ ഫ്ലാറ്റിന്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിരുന്നു. ഡെയിലി അടിച്ചുവാരി തുടയ്ക്കുന്ന ഫ്ലാറ്റ് തന്നെയാണ്, പക്ഷെ എങ്കിൽ പോലും മുക്കും മൂലയും ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ശുദ്ധീകരണ യജ്ഞമായിരുന്നു. ഇത് എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ അലർജിയോ ആസ്മയോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നും മിസ്സാവാതെ കാണണം. കാരണം ഈ ക്ലീനിങ് കൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അലർജിയും ആസ്മയുള്ള ആളുടെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കേർട്ടനുകളെല്ലാം അഴിച്ച് വാഷ് ചെയ്ത് രണ്ടാമത് തൂക്കി. അതിനേക്കാൾ ഉപരി ഞാൻ ചെയ്തത് നമ്മുടെ സോഫ സെറ്റുകൾ ഉണ്ടല്ലോ, സാധാരണ രീതിയിൽ ഞാൻ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീനിങ് നമ്മൾ കൂട്ടിയാൽ കൂടുന്ന സംഭവമല്ല. അപ്പൊ അതിന്റെ ഒരു പ്രൊഫഷണൽ ടീമിനെ തന്നെ അത് ഏൽപ്പിച്ചു. അവർ വന്ന് നല്ല സോപ്പ് വാഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി തന്നു. അപ്പൊ അവരുടെ പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വീഡിയോയില് ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്യാൻ പ്രത്യേകിച്ച് അലർജിയും ആസ്മയുള്ള പേഷ്യൻസ് ഉള്ള വീട്ടിൽ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമസ്കാരം. അലർജിയും ആസ്മയും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് രോഗങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടെങ്കിൽ പലതരം അലർജികളെ, ശ്വാസം മുട്ടല് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിൽ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നല്ലൊരു ശതമാനം കുട്ടികളിലും അലർജിയും ആസ്മയും വിട്ടുമാറാതിരിക്കാനുള്ള കാരണം എന്ന്. കുട്ടികളിൽ മാത്രമല്ല, വലിയ ആളുകൾക്കും. പലരും കരുതിയിരിക്കുന്നത് അലർജിക്കും ആസ്മയ്ക്കും ഉള്ള ആത്യന്തികമായിട്ടുള്ള സൊല്യൂഷൻ മരുന്നുകളും ഇൻഹേലറുകളും ആണെന്നാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ പ്രാധാന്യം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് വീട്ടിൽ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ആസ്മ വിട്ടുമാറാതിരിക്കാനുള്ള കാരണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വിത്ത് ഡെമോ ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ അലർജിക്കും ആസ്മയ്ക്കും ട്രിഗേഴ്സ് ആയിട്ട്, അതിന് പറയുക ട്രിഗേഴ്സ് എന്നാണ്, ട്രിഗേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കൂ. അലർജി ആസ്മയുള്ള കുട്ടികളിൽ പ്രധാനപ്പെട്ട ഒരു ട്രിഗറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സോഫ്റ്റ് ടോയ്സ് ആണ്. അതായത് ഇത്തരത്തിലുള്ള പതുപതുങ്ങനെയുള്ള കെട്ടിപ്പിടിച്ചുറങ്ങാനൊക്കെ സുഖമുള്ള സോഫ്റ്റ് ടോയ്സ്. പ്രധാനപ്പെട്ട ഇത് ലബൂബുവാണ്, പക്ഷെ പ്രധാന വില്ലൻ ഇവരാരുമല്ല, നമ്മുടെ ടെഡി ബേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ടെഡി ബേഴ്സിന് ഇഷ്ടമാണ്. അധിക ശതമാനം കുട്ടികളും ഇതിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും രാത്രി ഉറങ്ങുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇപ്പൊ ഈ ടെഡി ബെയറിനെ കൊണ്ട് ഇത്ര വലിയ പ്രശ്നം എന്ന്. ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇതിന്റെ മോൾഭാഗം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിങ്ങനെ പതുപതിങ്ങനെ ഫുൾ പഞ്ഞിക്കെട്ട് പോലെയാണ്. അപ്പൊ ഈ പറയുന്ന ഈ പഞ്ഞിക്കെട്ടില് ധാരാളം മൈക്രോ ഫൈബേഴ്സ് ഉണ്ട്. ഇവര് ഇത് കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വളരെയധികം അടുത്ത് ഇടപഴകുമ്പോൾ ഈ പഞ്ഞിക്കെട്ട്, ഈ മൈക്രോ ഫൈബേഴ്സ് ഇവരുടെ ശ്വാസകോശത്തിലേക്ക് എത്തും. ഇത് ഇവർക്ക് വലിയ ട്രിഗർ ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാവർക്കും അല്ല, ഇങ്ങനെയുള്ള അലർജിക് ആയിട്ടുള്ള ആസ്മാറ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ വരുന്നേ? ഇതാണ് ഈ മൈക്രോ ഫൈബർ സംഭവങ്ങൾ. അപ്പൊ ഇത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല പലപ്പോഴും. അപ്പൊ ഇത് ഇങ്ങനെ ഇതിന്റെ മൂക്കിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഈ പറയുന്ന മൈക്രോ ഫൈബേഴ്സ്, അതുകൊണ്ട് അതിനെ മൈക്രോ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് മൈക്രോ ഫൈബേഴ്സ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ വരാം, കണ്ടില്ലേ? ഇതിങ്ങനെ പറഞ്ഞിരിക്കും. അപ്പൊ ഇത് വളരെയധികം ഫുൾ ടൈം യൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ ആസ്മ നല്ല രീതിയിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ മാക്സിമം ഇങ്ങനെയുള്ള സോഫ്റ്റ് ടോയ്സ് ഒഴിവാക്കുക. അല്ലാതെയുള്ള പാവക്കുട്ടികളൊക്കെ വാങ്ങി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഇങ്ങനെയുള്ള പതുപതുങ്ങനെയുള്ള ടോയ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലതല്ല. അടുത്ത ട്രിഗർ, ഇത് അധികവും കാണുന്നത് ഫ്ലാറ്റുകളിലാണ്. ഇപ്പൊ ഞാൻ ഇവിടെ UAE താമസിക്കുന്ന, ഷാർജയിൽ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലാണ് ഞാൻ നിൽക്കുന്നത്. അധിക ഫ്ലാറ്റ് താമസക്കാർക്കാണ് ഈ ഒരു പ്രശ്നം വരിക. പ്രാവുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ബേർഡ്സ്, പക്ഷികൾ നമ്മുടെ ഈ ബാൽക്കണിയിൽ വന്നിട്ട് ഇരിക്കാനും അവരുടെ കാഷ്ടം, അവരുടെ ഫെതേഴ്സ് ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വീടുകളിലും കാണാറുണ്ട്. പക്ഷെ കൂടുതൽ ഇത് അപ്പാർട്ട്മെന്റിലും ഫ്ലാറ്റിലും കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാൻ അതിന് ചെയ്തൊരു സംഭവമാണിത്. ഈ പറയുന്ന സംഭവം ഇത് ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിന്റെ, ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സംഭവം. ഇവിടെ ഈ ഒരു സ്ഥലം, ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് മറച്ചു. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. സംഭവം വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷേ ഇത് അലർജി ആസ്മയുള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ നമ്മളൊരു നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, കണ്ടോ? പ്രാവിന്റെ, ഇവിടെ ധാരാളം പ്രാവുകളുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഈ പ്രാവിന്റെ ഇത്തരത്തിലുള്ള കാഷ്ടം എന്തായാലും പ്രാവിനുള്ളിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കാഷ്ടിക്കില്ല. ഇനി മാക്സിമം വന്ന് ഇതിന്റെ അടുത്തൊക്കെ വന്നാലും ഇത്തരത്തിൽ ഫെദർ ഒക്കെ അതിന്റെ പുറത്ത് നിൽക്കും. ഇപ്പൊ നമുക്ക് എന്റെ വീട്ടിലൊരു ആസ്മയുള്ള കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഈ പറയുന്ന ഇത് വഴിയോ എന്റെ ഇതുപോലെയുള്ള വാതിൽ വഴിയോ ഉള്ളിലേക്ക് എത്തില്ല. ഇത് നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പ്രാവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന് ഇതിന്റെ ഈ
നമ്മളിപ്പോൾ ഇത് തുറക്കില്ലേ, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ തുണി അലക്കാൻ ഇടാനൊക്കെ തുറക്കും. അപ്പൊ ഇതുവഴി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് വലിയൊരു ട്രിഗറായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായോ? ഈ ബേർഡ് ഡ്രോപ്പിംഗ്സും അതുപോലെ തന്നെ ബേർഡ്സിന്റെ ഫെതേഴ്സ്, അതിന്റെ ശരീരത്തിലുള്ള പല കാര്യങ്ങൾ, ഞാൻ പ്രാവെന്ന് ജനറലി പറഞ്ഞാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യല്യാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ ഭാഗം മറയ്ക്കുക. ഒരിക്കലും ഡയറക്റ്റ് കോൺടാക്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ പ്രാവ് കാര്യങ്ങളുമായിട്ട് അവരുടെ ഡ്രോപ്പിംഗ്സ് കാഷ്ടങ്ങളൊന്നുമായിട്ടും ഒരിക്കലും ഡയറക്റ്റ് കോൺടാക്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വീടുകളിൽ ചന്ദനത്തിരി അല്ലെ, പല കുന്തിരിക്കം, ചന്ദനത്തിരി അങ്ങനെ പലതും ഇട്ട് പുകയ്ക്കാറുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് ഹിന്ദു വീടുകളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഇതും സത്യത്തിൽ കുറച്ചൊരു ട്രിഗറാണ്. അലർജി ആസ്മയുള്ള ആളുകൾ ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുമിട്ട് ഈ പുക വരുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ അടുത്ത വില്ലനാണ് പെർഫ്യൂംസ്. സ്ട്രോങ് ഓർഡറുള്ള പെർഫ്യൂംസ് ഇത്തരത്തിൽ അലർജി ആസ്മയുള്ള ആളുകൾക്ക് പറ്റാറില്ല. അപ്പോൾ ഇതും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. റോളോണുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് ഇങ്ങനെ തേക്കാൻ പറ്റുന്ന പോലെയുള്ള പെർഫ്യൂംസ്, അടിക്കുന്ന സ്പ്രേകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ടുള്ള ഒരു വില്ലനാണ് പൗഡർ. ഓക്കെ, അപ്പോൾ ഈ പൗഡർ, പലർക്കും ഈ പൗഡർ ഒരു അഡിക്ഷനാണ്. പൗഡർ കുറേ അങ്ങ് വാരി പൂച്ചുക. അപ്പോൾ പൗഡർ അലർജിക്കാർക്കും ആസ്മക്കാർക്കും ഒരിക്കലും നല്ലതല്ല. അത് ജനറലി തന്നെ നല്ലതല്ല. ടാൽക്കം യൂസ് ജനറലി തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അലർജി ആസ്മക്കാർ നോ. അടുത്തത് ഡസ്റ്റ് മൈറ്റ് ആണ്. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ബെഡിലും അതുപോലെ തന്നെ ചിലപ്പോൾ സോഫയിലും ഒക്കെ ഇങ്ങനെ ചെറിയ എന്താ അതിന് പറയുക, ഒരു വെള്ള കളറിൽ ഉള്ള ചെറിയ പ്രാണികൾ. അപ്പോൾ അത് ചെതലെന്ന് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള കുഞ്ഞു പ്രാണികളാണ് ഡസ്റ്റ് മൈറ്റ്. ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ ആ ക്ലീനിങ് സംഭവത്തിൽ ഞാൻ ഇതുപോലെ ഈ സോഫ ഡീപ് ക്ലീൻ ചെയ്തത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സോഫ ക്ലീനിങ് ഒന്നും നമ്മളെ കൊണ്ട് നടക്കില്ല കേട്ടോ. ഇനി മാക്സിമം നമുക്കൊരു വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനേ പറ്റൂ. പക്ഷേ നമുക്ക് അതിനുള്ള ഏജൻസികളും ആളുകളൊക്കെ അവൈലബിൾ ആണ്. അവരിവിടെ വന്നിട്ട് കംപ്ലീറ്റ് അത് നീറ്റ് ആക്കിയിട്ട് സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് അവരുടെ പ്രത്യേക മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നീറ്റ് ആക്കിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീടിന്റെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതുകൂടി ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ബെഡും അതുപോലെ തന്നെ സോഫകളും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നീറ്റ് ആക്കും. അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ ഡസ്റ്റ് മൈറ്റ് ഒരുമാതിരിപ്പെട്ട, പ്രത്യേകിച്ച് പഴയ വീടുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുക, പഴയ ബെഡുകളിൽ, പഴയ സോഫകളിൽ. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതും വലിയ രീതിയിൽ നമ്മുടെ അലർജി ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ക്ലീനിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരാളാണ് കാർപ്പറ്റുകൾ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കാർപ്പറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ കാർപ്പറ്റ് ഉപയോഗിക്കുന്ന വീടുകൾ ഉണ്ടായിരിക്കും. മാക്സിമം കാർപ്പറ്റുകൾ ഒഴിവാക്കാനാണ് നമ്മൾ അലർജിയും ആസ്മയുള്ള കുട്ടികളുടെ വീട്ടിലൊക്കെ പറയുക. പക്ഷേ ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഇപ്പോൾ സോഫ ക്ലീൻ ചെയ്ത ആളുകൾ കാർപ്പറ്റും ക്ലീൻ ചെയ്ത് തരും. നിങ്ങൾ ഈ കാർപ്പറ്റിലും പൊടി, കാരണം ധാരാളം പൊടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതും ക്ലീനിങ്, ഈ കാർപ്പറ്റിന് നമ്മൾ മറന്നു പോകരുത്. കാർപ്പറ്റ് ക്ലീനിങ്ങും വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഒരു വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സോഫ സെറ്റി വാഷ് ചെയ്യുന്ന ആളുകൾ ഇതും ക്ലീൻ ചെയ്ത് തരാറുണ്ട്. അടുത്ത വില്ലൻ ഇവനാണ്. നിങ്ങളിപ്പോൾ ഈ മോള് കാണുന്നത് മോൾഡാണ്, അതായത് പൂപ്പൽ ബാധ, ഫംഗസ് ബാധ. പല ബാത്റൂമുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പലപ്പോഴും ലീക്കിന്റെ കാരണമായിട്ടാണ് ഇതുണ്ടാവുന്നത്. മുകളിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ മോൾഡ്, ചുരുക്കി പറഞ്ഞാൽ ഫംഗസ് തന്നെ, പൂപ്പൽ ഇങ്ങനെ വളരാനുള്ള സാധ്യതയുണ്ട്. ഇത് വീട്ടിൽ പല സ്ഥലത്തും ചിലപ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് നമ്മൾ അവഗണിച്ച് വിട്ടിട്ടുണ്ടായിരിക്കും. ഇത് വലിയ രീതിയിൽ അലർജിയും ആസ്മയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് മാറേണ്ടി വന്നത്. അത് അന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചൊരു വീഡിയോ ആണിത്. ഇത് കണ്ടില്ലേ, അവിടെ ലീക്ക് ഉണ്ടായിരുന്നു. അവിടെ പല റൂമിന്റെ ഉള്ളിൽ ഇത്തരത്തിൽ മോൾഡ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. പലതവണ അവർ അവിടെ വന്ന് പെയിന്റ് ഒക്കെ അടിച്ചിട്ടും അത് ശരിയായില്ല. കാരണം ആ ലീക്ക് പെർമനന്റ്ലി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത വില്ലൻ ആരാ നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിന്റെ ക്ലീനിങ് വീഡിയോ കാണിച്ചപ്പോൾ അതിൽ കേർട്ടനുകൾ കൃത്യമായിട്ട് വാഷ് ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ അതിന്റെ വീഡിയോസ് കാണിച്ചു തന്നു. എന്തിനാ അത്? നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഐറ്റമാണ് കേർട്ടനുകൾ അല്ലെ. പലപ്പോഴും നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും മറന്നു പോകാറുണ്ട്. സോ അത് മാത്രം മതി നിങ്ങളുടെ വീട്ടിലെ അലർജിയോ ആസ്മയുള്ള ആളുകളുടെ ഈ അലർജിയും ആസ്മയും മാറാതിരിക്കാൻ. കാരണം ഇതിൽ ധാരാളം പൊടിയും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇത് കൂടി ഒക്കെ നടക്കും, അത് ശ്വസിക്കും. അത് മാത്രം മതി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ. സോ കേർട്ടനുകൾ വലിയ ഒരു പ്രശ്നക്കാർ തന്നെയാണ്. പക്ഷേ അതിന്റെ അർത്ഥം അവർ പ്രശ്നക്കാരെന്നുള്ളതല്ല. പ്രോപ്പറായിട്ട് വാഷ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് അതിനെ വാഷ് ചെയ്യണം കേർട്ടനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നാൽ അതിന് പകരം കേർട്ടൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഈ കാണുന്നത് വിൻഡോ പെയിനുകൾ. നോക്കൂ, ഇപ്പൊ ഇന്ന് നല്ല ശതമാനം വീടുകളിലും ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ഈ പറഞ്ഞ കേർട്ടനിൽ ഈ പൊടി നിൽക്കുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി ക്ലീനിങ് ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് അലർജി ആസ്മയുള്ള കുട്ടികളുടെ വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ, കേർട്ടനുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്, കാർപ്പറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അതിന് പകരം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി കേർട്ടൻ, എന്റെ വീട്ടിൽ കേർട്ടനാണ്, പക്ഷെ
അത് പ്രോപ്പർ ആയിട്ടുള്ള കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ആള്. ഇനി നെക്സ്റ്റ് ട്രിഗർ, നിങ്ങളുടെ വീട്ടില് കൂറ അഥവാ പാറ്റ, കോക്രോച്ചസ് അല്ലെ, എല്ലാ വീട്ടിലെയും ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് അടുക്കള ഭാഗത്ത്, ബാത്റൂമിലൊക്കെ ഇവർ എപ്പോഴും, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വളരെ വലിയ പ്രശ്നക്കാരാണ്, പ്രത്യേകിച്ച് അലർജിയിലും ആസ്മയിലും. ഇവരുടെ ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള എന്തൊക്കെയോ പരിപാടികൾ നല്ല രീതിയിൽ അലർജിയും ആസ്മയും ഇൻക്രീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പെസ്റ്റ് കൺട്രോളുകാരെ വിളിച്ചിട്ട് വീടൊന്ന് പെസ്റ്റ് കൺട്രോൾ ചെയ്യിപ്പിക്കണം. ഇപ്പൊ ഞാൻ എന്റെ വീട് 2 ആഴ്ച മുമ്പ് ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ അവർ വന്നിട്ട് ജെല്ലുകളൊക്കെ വെച്ച് തരും. അപ്പൊ ആ ജെല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോക്രോച്ചിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഹിറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ അടിച്ചോട്ടെ എന്ന്. പക്ഷേ ഞാൻ അധികം അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഇത് വളരെ ഹിറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ഓർഡറും അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ്. ചിലപ്പോൾ അതുകൊണ്ട് മാത്രം തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്കൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹിറ്റിനെക്കാട്ടൊക്കെ കുറച്ചുകൂടി നല്ലത് നമ്മൾ ഒന്ന് മാറി കൊടുക്കേണ്ടി വരും അവർക്ക്. പെസ്റ്റ് കൺട്രോളുകാർ വരുമ്പോൾ ഒന്ന് പെസ്റ്റ് കൺട്രോൾ ചെയ്യിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്യിക്കുന്നതായിരിക്കും അത് നല്ലത്. അത് എത്ര ഇടവേളകളിൽ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു തരും. പക്ഷേ കൂറയും പാറ്റയും മുഖ്യം ബിഗിലെ അവരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. കാരണം നല്ല പണി തരാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിഗർ, ഞാൻ ഈ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ധാരാളം ട്രിഗേഴ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ വീടിനുള്ളിൽ കാണുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കുറച്ചെണ്ണം. അപ്പോൾ അതിൽ നമ്മുടെ ലാസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്ഷീറ്റുകളെ, കമ്പിളിപ്പുതപ്പൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും കമ്പിളിപ്പുതപ്പുകൾ ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് സോഫ്റ്റ് ടോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ കമ്പിളിപ്പുതപ്പിന്റെ കാര്യം. ക്വിൽറ്റ് എന്ന് പറയും. നമുക്ക് പതുപതിങ്ങനെ പ്രത്യേകിച്ച് തണുപ്പിലൊക്കെ ഇടാൻ ഇങ്ങനെ പുതച്ചു മൂടി കിടക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുതപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ഈ മൈക്രോ ഫൈബേഴ്സ്, ഈ കുട്ടികൾ ഇത് ഇൻഹേൽ ചെയ്യും, അവർക്ക് ആസ്മ പ്രിസിപിറ്റേറ്റ് ചെയ്യും. സോ പുതപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് സുഖം ലേശം മാറ്റി വെച്ച് കുറച്ചുകൂടി നോർമൽ ക്ലോത്ത് പുതപ്പുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി എന്ത് പുതപ്പ് ഉപയോഗിച്ചാലും വിരിപ്പും പുതപ്പും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം. 2 ആഴ്ചയിൽ ഒരു തവണയൊന്നുമല്ല. അലർജി ആസ്മയുള്ള കുട്ടികളോ വലിയ ആളുകളോ ഉണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന വിരിപ്പും പുതപ്പും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കി കൊടുക്കണം. അതായത് ഫ്രീക്വന്റ് വാഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിലും ഈ പറയുന്ന നമുക്ക് കാണാൻ പറ്റില്ല ഈ ഡസ്റ്റ് ഒക്കെ അതിൽ നിന്നിട്ട്, അതുകൊണ്ട് മാത്രം അവർക്ക് ആസ്മയും അലർജി വിട്ടുമാറാതെ വന്നേക്കാം. സോ പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട വീട്ടിന്റെ ഉള്ളിലത്തെ വില്ലന്മാരെയൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാം അലർജിയും ആസ്മയും ഉള്ള എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. മരുന്നും മന്ത്രവും കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മരുന്നുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. ഡയറ്റ് കൂടി നോക്കണം, ലൈഫ് സ്റ്റൈൽ നോക്കണം എന്ന് പറയുന്ന പോലെയാണ്. അലർജിയും ആസ്മയും കൺട്രോൾ ചെയ്യണമെങ്കിൽ മരുന്നുകൊണ്ട് മാത്രം നടക്കില്ല. ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കൂ. ബൈ.